സസ്പെൻഷൻ കാലം അങ്ങനെയൊരു കാലമുണ്ട്. ഞാനിത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ഞാനിങ്ങനെ ഇരുന്ന വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് ഓരോരുത്തർ എഴുതുന്നുണ്ട്, സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു കയറിയോ, സസ്പെൻഷൻ എന്തായി, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് പേർ സന്തോഷത്തോടെ വിളിക്കുന്നവരുണ്ട്. രണ്ടാമതായി വളരെ വിഷമത്തോടെയും ദുഃഖത്തോടെയും അയ്യോ ഇത് പറ്റിയല്ലോ എന്നോർത്ത് ആശ്വസിപ്പിക്കാനും മറ്റുള്ളതിനുമൊക്കെ വിളിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച സസ്പെൻഷൻ കാലം, അതിൻ്റെ ഒരു മാനസികാവസ്ഥ, അതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊക്കെ എല്ലാം പങ്കുവെച്ച് പോരുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നത്. ദൈർഘ്യമുണ്ടാവുമായിരിക്കും, സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് മനസ്സിലൂടെ വരുന്നതെന്നറിയില്ല, എങ്കിലും ക്ഷമയോടെ കേട്ടിരുന്നോളൂ. ഈ മനുഷ്യ ജീവിതത്തിൽ പല കാലങ്ങളുണ്ട്. അതിൽ ജനനകാലം, ബാല്യകാലം എന്നൊക്കെ പറയുന്നൊരു കാലമുണ്ട്. അതൊന്നും നമുക്ക് ഓർമ്മയില്ല. പിന്നെ ജീവിതചക്രങ്ങൾക്കിടയിൽ നമുക്ക് കൗമാരം, യൗവനം, മധ്യവയസ്സിൻ്റെ പ്രായം, വാർദ്ധക്യം, ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ ഒട്ടുമിക്ക കാലങ്ങളും അന്നത്തെ കാര്യങ്ങളുമൊക്കെ നമുക്ക് ഓർമ്മയുള്ള സംഗതികളാണ്. പിന്നെയുള്ള ഒരു സംഗതി മനുഷ്യ ജീവിതത്തിലുള്ളത് നല്ല കാലം, കഷ്ടകാലം, പരീക്ഷണകാലം, പിന്നെന്താണ് ദീനകാലം, കിടപ്പുകാലം, രോഗകാലം. പിന്നെ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു കോവിഡ് കാലവും ഉണ്ടായിരുന്നു, പ്രളയകാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട കാലങ്ങളുണ്ട്. അതും വിശദീകരിക്കേണ്ടതില്ല, നിങ്ങളുടെയൊക്കെ സ്വയം അനുഭവ സാക്ഷ്യങ്ങളിൽ വായിച്ചെടുക്കേണ്ടവയാണ്. എന്നാൽ സസ്പെൻഷൻ കാലം എന്ന് പറയുന്നത് അപൂർവമായി മാത്രം ചിലർക്ക് ലഭിക്കുന്ന ഒരു സംഗതിയാണ്. ഈ സസ്പെൻഷൻ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ സർക്കാർ ജീവനകാലം എന്ന് പറയുന്നൊരു കാലം കൂടിയുണ്ട്. ഈ സർക്കാർ ജീവനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു സംഗതി പഠിച്ച് പാസ്സായിറങ്ങി ഒരു ജോലി തേടി, ചിലരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു സ്ഥായിയായ വരുമാനം എന്ന നിലയിലേക്ക് ഒരു സർക്കാർ ജോലി വാങ്ങി അതിൽ പ്രവേശിക്കുന്നവരുണ്ട്. എന്നാൽ ഈ സർക്കാർ ജോലിക്ക് മുമ്പ് തന്നെ ഒട്ടേറെ കാര്യങ്ങളിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഓടി മറിഞ്ഞ് അതിലൊക്കെ കിടന്ന് കുഴഞ്ഞ് വലഞ്ഞ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് അനുഭവങ്ങളുമായി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നവരുമുണ്ട്. ഇതിൽ രണ്ടാമത്തെ വിഭാഗക്കാരനാണ് ഞാൻ. എന്തെന്ന് വെച്ചാൽ വളരെ ചെറുപ്പകാലം മുതലേ ചായക്കടയും ജംഗ്ഷനും പാവപ്പെട്ടവരും അമ്പലപ്പറമ്പും വായനശാലയും ആൽത്തറയും പിന്നെ ഒരു ഒടുവല്ലി സൈക്കിളും ഒക്കെ ആയിട്ടാണ് എൻ്റെ ബാല്യ കൗമാര യൗവനങ്ങൾ അങ്ങനെയേ കടന്നുപോയത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികളെപ്പോലൊന്നും ആർക്കും നമ്മുടെ പ്രായത്തിലൊന്നും ഉള്ളവർക്ക് വലിയ പരിരക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. വാപ്പ വലിയ പാരമ്പര്യ ഭൂ ഉടമയും ഭൂജന്മിയും ഒക്കെ ആയിരുന്നു. ഒരുപാട് പാടങ്ങളും പറമ്പും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ്. പക്ഷേ അന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്കുള്ള ഈ തുട്ടുവരിക എന്ന് പറയുന്നതിനുള്ള വലിയ സോഴ്സൊന്നുമില്ല. പിന്നെ അത് മക്കൾക്ക് വേണ്ടി ഇന്നത്തെ പോലെ ചിലവഴിക്കുന്ന ആഘോഷങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു വഴി പടച്ചതമ്പുരാൻ്റെ കൃപ കൊണ്ട് ഒരുപാട് അനുഭവങ്ങളുടെ പിൻബലത്തിൽ സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ തന്നെ വെട്ടി തുറന്നെടുത്ത വഴിയാണ്. അങ്ങനെ തുറന്ന് കയറി ഏതാണ്ട് ഒട്ടുമിക്ക മേഖലകളിൽ, ഒരുപക്ഷെ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇവൻ ഈ ആകാശത്തിന് താഴെയുള്ള എല്ലാത്തിനെക്കുറിച്ചും പറയുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ, ഈ മലയോര മേഖലയിലെ വാട്ടർ ഷെഡ് പ്രോഗ്രാം, HIV AIDS പേഷ്യൻറ്റ്, പിന്നെ ഈ സെക്സ് വർക്കേഴ്സ്, MSM മെൻ സെക്സ് വിത്ത് മെൻ എന്ന് പറയുന്ന വിഭാഗം, ഹോമോസെക്ഷൽസ്, പിന്നെ പോസിറ്റീവ് HIV ബാധിതർ, കർഷകർ, മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, മെൻ്റലി ഡിസേബിൾഡ് ചിൽഡ്രൻ, അങ്ങനെയുള്ളവരുടെ ഇടയിൽ, പിന്നെ സുനാമി ഭൂകമ്പ ദുരിത മേഖലകളിൽ, കരകൗശല മേഖലയിൽ ഒക്കെ അടക്കം ഏതാണ്ടൊരു ഡസനോളം വരും. അങ്ങനെയുള്ള മേഖലകളിലൂടെയൊക്കെ കടന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ നാട് വിട്ടു പോകുമോ പറന്നു പോകുമോ, ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയവനാകുമ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കളെയൊക്കെ നോക്കേണ്ട ഒരു ബാധ്യതയുള്ളതുകൊണ്ട് ഇവനെ കെട്ടുക അല്ലെങ്കിൽ പൂട്ടുക എന്നൊക്കെ പറയുന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച് ജോലിയിൽ തുടരുമ്പോഴും എൻ്റെ മനസ്സിലെവിടെയും ഒരു സാർഭാവം അല്ലെങ്കിൽ ആ ജോലി എൻ്റെ ഒരു മേൽവിലാസമായി ഞാൻ ഒരിക്കലും കണ്ടിട്ടേയില്ല. അത് ഒരു ജോലിയാണ്, ഉപജീവന മാർഗമാണ്. എൻ്റെ മേൽവിലാസം ഞാനാണെന്നും എൻ്റെ വാക്കുകളാണെന്നും എൻ്റെ പ്രവൃത്തിയാണെന്നും എൻ്റെ ഇടപെടലാണെന്നും എൻ്റെ സേവനങ്ങളാണെന്നും എൻ്റെ മനസ്സാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നതാണ് സത്യം. നമ്മൾ സാധാരണ ഈ സാർ എന്ന് വിളിക്കുമ്പോൾ ഈ സാർ കേട്ട് മയങ്ങിപ്പോകുന്ന കുറേ പേരുണ്ട്. യഥാർത്ഥത്തിൽ യാതൊരു ആത്മാർത്ഥതയും നന്ദിയില്ലാത്തൊരു വിളിയാണ് ഈ സർക്കാർ ജോലിക്കാരെ കാര്യം സാധിക്കാൻ വരുന്നവൻ സാർ എന്ന് വിളിക്കുന്നത്. ഞാൻ പരമാവധി ആളുകളോട് എന്നെ സാർ എന്ന് വിളിക്കല്ലേ എന്ന് പലപ്പോഴും പറയാറുണ്ട്.
അനിലിക്കായോ അനിലേട്ടനോ അനിലെന്നോ ഒക്കെ വിളിച്ചാൽ മതി, അല്ലെ അനിൽ മുഹമ്മദെന്നോ ഒക്കെ വിളിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ പണ്ട് ചീഫ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാം സാറ് ഒരിക്കൽ ആരോ വന്ന് പറഞ്ഞത്രേ, സാറേ ഇതൊന്ന് സാധിച്ചു തന്നാൽ സാറിൻ്റെ പേര് എല്ലാവരും എന്നും ഓർത്തിരിക്കും എന്ന് പറഞ്ഞെന്ന്. ഈ കഥ എന്നോട് പറഞ്ഞത് ബാബു പോൾ സാറോ മറ്റോ ആണ്, അതോ അലക്സാണ്ടർ ജേക്കബ് സാറാണോ എന്നറിഞ്ഞില്ല. ഇവരിൽ ആരോ ആണ് ഈ കഥ പറയുന്നത്. അപ്പോൾ എബ്രഹാം സാറ് ചെറിയൊരു ചിരിയിരിച്ചത് പറഞ്ഞത്രേ, ഈ സെക്രട്ടേറിയറ്റിൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ തമ്പാനൂരുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണല്ലോ ഈ IAS ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയെന്ന് ചോദിക്കുക ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയും. പിന്നെ വേറൊരു ചീഫ് സെക്രട്ടറി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ തൊട്ട് മുമ്പിലത്തെ ആളുടെ പേര് പറയും. അതിന് മുമ്പുള്ള ആരാണെന്ന് ചോദിച്ചാൽ ഇയാൾ ചൂടായി പറയാം, അത് ഏതോനാണെന്ന് എനിക്കറിയത്തില്ല, പോയി അന്വേഷിക്ക് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ഈ സർവീസിനിടയിൽ തൊട്ടപ്പുറത്തെ ചായപ്പീടികയിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ ദാ സാറ് വന്നു എന്നും പറഞ്ഞ് പെട്ടെന്ന് ഈ റാങ്ക് ആൻഡ് ഫയൽ അനുസരിച്ച് ചായ പെട്ടെന്ന് ചൂടായിട്ട് ഒഴിച്ചു കൊടുക്കും, ഒരിത്തിരി പാലും കൂടി അധികം ഒഴിച്ചു കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞ് ഒരാളിനെ നമ്മൾ ആ ചായക്കടയിലൊന്ന് വിടണം. വിട്ടിട്ട് ചോദിക്കണം, മറ്റേ ഇല്ല ഇവിടെ ഇരുന്ന തഹസിൽദാർ അവനെന്തേ, അവനെവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ കൈക്കൂലിക്കാരനാണെങ്കിൽ. അതല്ല സത്യസന്ധമായാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം പോയിട്ട് കുറേ നാളായി എന്നെങ്കിലും പറയും. എന്നുവെച്ചാൽ ഇരിക്കുന്ന കസേരയിലല്ല, മനുഷ്യരോട് ഇടപെടുന്ന രീതിയും നമ്മുടെ സത്യസന്ധതയും നമ്മുടെ സുതാര്യതയും ഒക്കെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ ഒരു അഴിമതിയുടെ പേരിലോ കൈക്കൂലിയുടെ പേരിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സംഗതിയുടെ പേരിലോ ഒന്നും അല്ലാത്തത് എന്നുള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഈ സർവീസ് കാലയളവിനിടയ്ക്ക് മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴും അല്ലാതെ ഒരു പദവിയിലിരിക്കുമ്പോഴും ഒരു ചായ പോലും ഒരാളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞിറങ്ങുമ്പോഴും വിശേഷ ദിവസങ്ങളിലുമൊക്കെ അതിൻ്റെ പരിസരത്തുള്ള ചില 3-4 ആളുകൾ ഇങ്ങനെ പലപ്പോഴും വന്ന് എന്നെ കാത്തു നിൽക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കൊടുക്കാറുണ്ട്. ഇത് പറയുന്നത് ഇതെല്ലാം പറഞ്ഞ് സ്വയം പൊങ്ങുകയാണെന്നല്ല അതിൻ്റെ അർത്ഥം. ദുഷിപ്പ് പറഞ്ഞാലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ, അതേ പങ്കുവെക്കുള്ളൂ. ഇതൊക്കെ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പോൾ അവരെ എല്ലാം കൊണ്ടുവന്ന് വീഡിയോയുടെ മുമ്പിലിരുത്തി പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ സഹപ്രവർത്തകരായ ചിലർ ഉപദേശിക്കാറുണ്ട്, അങ്ങനെയൊന്നും കൊടുക്കരുത്, അവന്മാർ വെള്ളമടിക്കാനാ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ വിചാരിക്കും, വെള്ളമടിയും പുകവലിയും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യങ്ങളായിരിക്കും. ആയിക്കോട്ടെ, നമ്മളിപ്പോൾ അതിനല്ലല്ലോ കൊടുക്കുന്നത്, നമ്മളൊരു സന്തോഷകരമായി എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് കരുതിയാണ് കൊടുക്കുന്നത്. ആ മനസ്സാണ്, അല്ലെങ്കിൽ അതാണ് എൻ്റെ ആകെ ഒരു സമ്പത്തും സന്തോഷവും. ഏത് തകർച്ചയിലും ഏത് തളർച്ചയിലും ഞാൻ സ്വയം ഓർത്ത് ആശ്വസിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ വന്നപ്പോൾ, ഈ സസ്പെൻഷൻ്റെ വാർത്ത പത്രത്തിലൊക്കെ വന്നല്ലോ, ഞാൻ ഈ സസ്പെൻഷൻ എനിക്കൊരു പുതുമ അപ്രതീക്ഷിതം ഒന്നും ആയിരുന്നില്ല. കാരണം ഒക്ടോബറിലോ നവംബറിലോ കഴിഞ്ഞ വർഷം കൊടുത്ത ഒരു പരാതി, അതിൻ്റെ ചലനം, അതിൻ്റെ പോക്ക്, അതിൻ്റെ ഗതിവിഗതികളൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കതിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം, എന്നെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു വിഷമം, ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന പരാതിയുടെ തൂക്കവും അതിൻ്റെ ഒരു സംഗതിയൊക്കെ വെച്ച് എന്തെങ്കിലും സംഭവിക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ ഉമ്മ വളരെ ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ആ വിശദീകരണം കേട്ട് അടുത്ത ദിവസം സസ്പെൻഡ് ചെയ്താൽ എൻ്റെ ഉമ്മ ഇതറിയും, ആ വേദനയിലായിരിക്കും എൻ്റെ ഉമ്മ മരണപ്പെടുക. അതുകൊണ്ട് ഉമ്മ വേദനിക്കുമല്ലോ എന്നുള്ള വേദന എൻ്റെ മനസ്സിൽ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മ അതിനേക്കാൾ മുമ്പേ എന്നെ തോൽപ്പിച്ചങ്ങ് പോയി. അതുകൊണ്ട് ആ ഒരു വേദന ഒരിക്കൽ പോലും മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഉമ്മയ്ക്ക് എപ്പോഴൊക്കെയോ ഇതിനെക്കുറിച്ചൊരു ചിന്ത ഹൃദയത്തിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണല്ലോ ഒരു ആത്മാർത്ഥ ബന്ധങ്ങളുടെ ഇടയിൽ. കാരണം ഇടക്കാലത്ത് വെച്ച് ഈ മരണപ്പെടുന്നതിന് 1-2 മാസം മുമ്പ് ഈ പരാതിയൊന്നും ഉമ്മ അറിയാതെ തന്നെ നിനക്കെന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഉമ്മ വളരെ, ഞാൻ ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ എന്നെ ബഹളം കൂട്ടുകയും എന്നെ ഫോണിൽ വിളിക്കുകയും എൻ്റെ മോനോട് ബാ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കണം, അവനെ എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറയുന്നൊരു ചിന്ത ഉമ്മയുടെ മനസ്സിലുണ്ടായി. അത് ഞാനിപ്പോൾ വായിച്ചെടുക്കുന്നത് ഒരുപക്ഷെ നിഷ്കളങ്കമായ ആ പ്രാർത്ഥനയുടെ മാതൃസ്നേഹത്തിൻ്റെ ഉള്ളിലെവിടെയോ ഈ ഒരു ചിന്ത കടന്നു വന്നതായിരിക്കാം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബത്തിലുള്ളവരോട് പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഗതി. പിന്നെ ഈ ജോലിക്കാരനായിരിക്കുമ്പോഴും ഒരു കൃത്യമായ സർക്കാർ ജീവനക്കാരൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ പ്രത്യേകതരം ഒരു വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഒരു സംഗതി, പിന്നെ അതുപോലെ തന്നെ റിട്ടയർ ആയിക്കഴിഞ്ഞ് ലോകമൊക്കെ കാണാൻ പോകാം എന്ന് വിചാരിക്കുന്ന ഒരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, വളരെ വേഗത്തിൽ റിട്ടയർ ആകുന്നെങ്കിൽ അത്രയും നല്ലതായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. നല്ല ചുണയായി ഒരു സ്ഥാപനത്തിൽ കയറി അവസാനം മൂത്രസഞ്ചിയും പിടിച്ചുകൊണ്ട് ഇറങ്ങി
കഷ്ടപ്പെട്ടുണ്ടാക്കിയിലെ ഉറുമ്പ് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പോലെ എല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് അവസാനം സ്വന്തം വീട്ടിൽ പോലും കിടക്കാനാവാതെ ഇറക്കി വിട്ട ഒരുപാട് പൂർവ്വകാല ജീവനക്കാരെ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതം ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് സന്തോഷപൂർവ്വം ഈ നിമിഷം വരെ ഓർക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നരായ മനുഷ്യർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം കിടപ്പുണ്ട്, ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഹ്യൂമൻ ബീയിങ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ആ സ്റ്റഡിയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ സാമൂഹ്യ ബന്ധങ്ങളും നല്ല സുഹൃത്തുക്കളും ഉള്ളവരാണ് ഏറ്റവും സന്തോഷവാന്മാരെന്നാണ്. എനിക്ക് അങ്ങനെ ഉറ്റ ചങ്ങാതിയും അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളുമായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും എൻ്റെ സമപ്രായക്കാരായ 1-2 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും വളരെ മുതിർന്ന പ്രായക്കാരായ ആളുകളാണ്. അതും ഒരു അനുഭവ സമ്പത്തിന് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങളും സന്തോഷങ്ങളുമൊക്കെയായി ഈ സസ്പെൻഷൻ കാലയളവ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് അതൊന്നും ഇപ്പോൾ ഒരു പ്രോസസ്സിലുള്ളതായതുകൊണ്ട് ഞാനതിൽ മറുപടി പറയുന്നത് ശരിയല്ല. പിന്നെ ഈ പത്രവാർത്തയിൽ വന്നതുപോലെ അപകീർത്തികരമായ എന്നൊന്നും പറയുന്ന സംഗതി എൻ്റെ സസ്പെൻഷൻ നിർദ്ദേശത്തിലോ ഓർഡറിലോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. നമ്മളെയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ സൃഷ്ടിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനം കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറെന്തെങ്കിലും കണ്ടോ ഒന്നുമല്ല. നല്ലവനായിരിക്കുക, നന്നായിരിക്കുക, ആളുകളെ ദ്രോഹിക്കാതിരിക്കുക, അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്തത് പരമാവധി ചെയ്യുന്നത് കുറയ്ക്കുക. മലക്കൊന്നുമല്ല, നമ്മൾ മനുഷ്യനാണ്, ശരിയും തെറ്റുമൊക്കെ ചെയ്യും. പക്ഷേ അതിക്രൂരമായി ആളുകളെ സർക്കാർ മേൽവിലാസം ഉപയോഗിച്ച് പീഡിപ്പിക്കുക, പിടിച്ചു പറിക്കുക, കൈക്കൂലി വാങ്ങുക, ദുരഹങ്കാരത്തോടെ വരുന്ന ആളുകളെ അങ്ങനെ ചെയ്യുക, ഇതൊന്നുമില്ല. അതൊക്കെ വളരെ സന്തോഷപൂർവ്വം ഇങ്ങനെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സസ്പെൻഷൻ കാലയളവ് ഈ സർക്കാർ ജീവനക്കാരല്ലാത്തവർക്ക് ഭയങ്കര എന്തോ സംഗതിയായിട്ടൊക്കെ തോന്നും. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ സ്വയം മാനസികമായി തകർന്നു പോകുന്നതാണ്. അതല്ലാത്തതൊന്നും നമുക്ക് അതിജീവിക്കാൻ നമ്മുടെ ആത്മവിശ്വാസം കൊണ്ടും നമ്മുടെ വിശ്വാസം കൊണ്ടും പിന്നെ ഒരുപാട് മനുഷ്യരുടെ നന്മയും പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും. അതാണ് എന്നെ നയിക്കുന്ന വിശ്വാസം.